വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് 1 കപ്പ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെക്കുക. 10 മിനിറ്റിന് ശേഷം ആ പുളിവെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. ഇനി കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു 10 അല്ലി ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞു വെക്കുക. അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിലേക്ക് 3 വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാൻ നോക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അരിച്ചു മാറ്റി വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ രസത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും അരിഞ്ഞു മാറ്റി വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക.